ജെറമ്യാ 2:19 പറഞ്ഞു, എൻ്റെ ജനം 2 തിന്മകൾ ചെയ്ത് ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിക്കുകയും ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും കുറേ പണം സമ്പാദിച്ച് കുറേ പറമ്പുകൾ മേടിച്ച് രജിസ്റ്റർ ചെയ്ത് ജീവിത പങ്കാളി മരിച്ചുപോയി, നമ്മളും മരിച്ചു പോയതിനു ശേഷവും ആ പറമ്പിൻ്റെയും ആ സ്വത്തിൻ്റെയും അവകാശികൾ ആരൊക്കെയാ? മക്കളും കൊച്ചുമക്കളും അടുത്ത തലമുറയ്ക്കുമുള്ളതാണ് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ, നമ്മുടെ ജീവിത പങ്കാളി ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെയും അവകാശികൾ ആരൊക്കെയാ? മക്കളും കൊച്ചുമക്കളുമാണ്. അത് വീട്ടാതെ പോകാൻ പറ്റില്ല. ഇത് ബോധ്യം തിരിച്ചറിയണം. നമ്മൾ ചെയ്ത നന്മയുടെയും നമ്മൾ ചെയ്ത തിന്മയുടെയും അവകാശികൾ മക്കളും കൊച്ചുമക്കളുമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ മക്കളിലെ, നമ്മുടെ കൊച്ചുമക്കളിലെ നടമാടിക്കൊണ്ടിരിക്കുന്ന തകർച്ചകളും പരാജയങ്ങളുടെയും കാരണങ്ങൾ നമ്മുടെ കൂടുണ്ടായി വരുന്നവരും നമ്മളും ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ദുരന്ത ഫലമാണ്. അല്ലാതെ ദൈവം തന്നതല്ല. ദൈവം സ്നേഹം മാത്രമാണ്. ദൈവം ശിക്ഷിക്കുന്നവനല്ല. ചേർന്ന് പറ ഹല്ലേലൂയ. അന്ത്യവിധി സമയത്താണ് ശിക്ഷ കിടക്കുന്നത്. ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് എന്ന് പറയും. അന്നാണ് വേർതിരിക്കപ്പെടൽ. ഇന്ന് കാണുന്ന ഈ ദുരിതങ്ങളൊന്നും ആ ശിക്ഷയുടെ ഫലമല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന പാപത്തിൻ്റെ ദുരന്ത ഫലം നമ്മളിലെ നടമാടുകയാണ്. അതുകൊണ്ട് 1-ാം പ്രമാണം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആഴത്തിൽ അനുദപിച്ച് കുമ്പസാരത്തിൽ ഏറ്റുപറയണം. 2, നമ്മൾ നമ്മുടെ മക്കളെയോ കൊച്ചുമക്കളെയോ അന്ധവിശ്വാസത്തിലോ ആവിചാരങ്ങളിലോ കൊണ്ടുപോയെങ്കിൽ നമ്മൾ ആഴത്തിലെ അനുദപിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞിട്ടൊരു തീരുമാനമെടുക്കണം. ഒരിക്കൽ ആഴത്തിൽ അനുദപിച്ച് കുമ്പസാരിച്ച പാപം പിന്നീട് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നെ നിങ്ങൾ ഓർക്കുക പോലും വേണ്ട, അത് ഏറ്റുപറയുകയും വേണ്ട. അത് ഈശോ ക്ഷമിച്ചതാണ്, ഈശോ മറന്നതാണ്. എന്നാൽ ഇന്ന് വരെയും അത് ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് കുമ്പസാരക്കൂട്ടിലെ ആഴത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു തീരുമാനമെടുക്കണം. അപ്പോസ്തല പ്രവർത്തനം 16:31 കർത്താവായ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും നാഥനുമായി വിശ്വസിച്ച് ഏറ്റെടുത്ത് നമ്മളിലൂടെ, പ്രിയപ്പെട്ടവരിലൂടെ വന്ന അനർത്ഥങ്ങൾ നമ്മളിലൂടെ തന്നെ ഇല്ലാതാക്കണം. ചേർന്ന് പറ ഹല്ലേലൂയ.